എറണാകുളം ജില്ലയിലെ എടക്കാട്ടുവയൽ സെന്റ് പോൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഭീഷണിയായി സമീപത്തുകൂടി കടന്നുപോകുന്ന വൈദ്യുതി ലൈനുകൾ. സ്കൂൾ മതിലിന് സമീപത്തുകൂടി കടന്നുപോകുന്ന ഈ ലൈനുകൾ അപകടാവസ്ഥയിലാണ്. സ്കൂൾ അധികൃതരും എടക്കാട്ടുവയൽ ഗ്രാമപഞ്ചായത്തും നിരവധി തവണ പരാതി നൽകിയിട്ടും KSEB നടപടിയെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. കൊല്ലം തേവലക്കരയിലെ ദാരുണ സംഭവം നമുക്കൊരു പാഠമാണ്. ആ വേദന കെട്ടടങ്ങും മുന്നേ തന്നെ അതേ ഭീഷണി ഉയർത്തി നിൽക്കുന്ന പലയിടങ്ങളുമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് പൊതുജനം. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന എടക്കാട്ടുവയലിലെ സെന്റ് പോൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്താണ് സമാന സംഭവം. സ്കൂളിന്റെ മതിൽക്കെട്ടിനോട് ചേർന്നാണ് അപകടകരമായ രീതിയിൽ വൈദ്യുതി ലൈനുകൾ കടന്നുപോകുന്നത്. മതിലിൽ നിന്ന് കയ്യെത്തും ദൂരത്തിൽ ഈ ലൈനുകൾ സ്ഥിതി ചെയ്യുന്നത് കുട്ടികൾക്ക് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. വിഷയത്തിൽ KSEBക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ആരോപണം. താഴ്ന്നു കിടക്കുന്ന വൈദ്യുതി ലൈനുകളും അറ്റകുറ്റപ്പണി നടത്താത്ത ലൈൻ കമ്പികളും പലയിടത്തും അപകടങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. ഒരു ശക്തമായ രീതിയിൽ രക്ഷിതാക്കളുടെയും എല്ലാവരുടെയും ഒരു PTA കമ്മിറ്റിയുടെ എല്ലാം ഒരു പ്രതിഷേധം അറിയിക്കുകയാണ്. ഇതിന് ഉടനെ ഇതിന്റെ ഒരു നടപടി ഉണ്ടാകണമെന്ന്. സ്കൂളിന് സമീപമുള്ള വൈദ്യുതി ലൈനുകൾ അടിയന്തരമായി മാറ്റി സ്ഥാപിക്കുകയോ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്യണമെന്നാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പൊതുജനങ്ങളുടെയും ആവശ്യം. PTAയും സ്കൂളുമായി ബന്ധപ്പെട്ട് മുന്നേ ഒരു വർഷത്തോളമായി പരാതി കൊടുത്തിട്ടും അതിന്റെ ഒരു നടപടിയും ഇതുവരെ ആയിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇത് മാറ്റിത്തരണമെന്ന് പഞ്ചായത്തിലും KSEBിലും മാറി പരാതി പറഞ്ഞിട്ടും ഒരു നടപടി എടുത്തിട്ടില്ല. ഇതിനെതിരെ ശക്തമായി സ്കൂളും PTAയും പ്രതിഷേധിക്കുകയാണ്. KSEB എത്രയും വേഗം ഈ വിഷയത്തിലിടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. അപകടങ്ങൾ മുന്നിൽ കണ്ടിട്ടും ചൂണ്ടിക്കാണിച്ചിട്ടും നടപടിയെടുക്കാൻ വൈകുന്നത് എന്തുകൊണ്ട്? ഏതു നിമിഷവും ഒരപകടം പതിയിരിക്കുന്നുവെന്ന ആശങ്കയിലാണ് കുട്ടികളും ഇതുവഴി കടന്നുപോകുന്നവരും. പലതും നമുക്ക് മുന്നിൽ പാഠമായിട്ടും നടപടിയെടുക്കാൻ വൈകുന്നതെന്തുകൊണ്ട്? സൂര്യശ്രീ, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ.